അസ്സലാമു അലൈക്കും. എന്തെല്ലാവരും വിശേഷം? നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കാട ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിലേക്കുള്ള ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിനായി ഒരു പാത്രത്തിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ കാട ഇടുക. അതിലേക്കായി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, ചപ്പ്, വലിയ ജീരകം, കറിവേപ്പില, പാകത്തിന് ഇവയെല്ലാം എടുത്ത് ഒരു മിക്സിയുടെ ജാറെടുത്ത് നന്നായി അരച്ചെടുക്കുക. ആ അരപ്പ് ഈ കാടയിലേക്ക് ചേർക്കുക. പിന്നെ അതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും 2 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. ആവശ്യമുണ്ടെങ്കിൽ കോൺ പൗഡർ ചേർക്കാം, പക്ഷേ ഞാനിതിൽ ചേർത്തിട്ടില്ല. ഈ മസാലകൾ തേച്ച് പിടിപ്പിച്ചത് നന്നായി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഇതിൽ നന്നായി മസാല പിടിക്കുകയുള്ളൂ. ശേഷം ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം കാട ഓരോന്നായി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് കാട ഫ്രൈക്ക്. ഇടയ്ക്കിടയ്ക്കിത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് കാട ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കാട ഇങ്ങനെ ചെയ്താൽ.